Welcome to Anshwags, places, people and the stories around them. ഇന്ന് വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസത്തിന് ശേഷം ഇന്ന് സമയം ഇപ്പോൾ ഇവിടെ 7:30 വൈകുന്നേരം സന്ധ്യ കഴിഞ്ഞു. ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് സമയം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇന്ന് പ്രത്യേകമായിട്ട് പറയാനായിട്ട് ഒന്നും കണ്ടുവച്ചിട്ടില്ല, എങ്കിലും മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കുറച്ച് മിനിറ്റുകൾ നമുക്ക് ചിലവഴിക്കാം. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ മുകളിലാണ്. ഞാനിപ്പോൾ ശരിക്ക് കാണിച്ചു തരാം അതെങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. വിൻഡോ തുറന്നാണ് ഞാൻ ഇരിക്കുന്നത്. നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റാണ്. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല തണുത്ത കാലാവസ്ഥയാണ്. ഇപ്പോഴും ചൂടൊന്നും ആയിട്ടില്ല. നല്ല നല്ല ക്ലൈമറ്റ് ആണ്. ഇന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ 6 മണി കഴിഞ്ഞു. കാരണം കുറച്ച് വർക്ക് കൂടുതലുള്ളതുകൊണ്ട് അത് ഇരുന്ന് തീർത്തിട്ട് വരാമെന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന് ചെയ്തു. ശരിക്കും 3 മണിക്ക് വർക്ക് കഴിയും. കാരണം റമദാൻ ആയതുകൊണ്ട് ഡ്യൂട്ടി അവേഴ്സ് കുറവാണ്. പക്ഷെ എന്നാലും അവിടെ ഇരുന്ന് സെക്കൻഡ് ട്രിപ്പിന് വരുന്ന വണ്ടിക്കാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ വീട്ടിലൊക്കെ വിളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ്. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമേ ഉറങ്ങത്തുള്ളൂ. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരാം. നൈറ്റ് വ്യൂ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് കണ്ടിരിക്കാം. കണ്ടോ, എത്ര മനോഹരമായിട്ട് കിടക്കുന്നത് നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. ആ ആകാശത്ത് നക്ഷത്രങ്ങളും ഒന്നുമില്ല, നക്ഷത്രങ്ങളൊക്കെ വളരെ കുറവാണ് ഇപ്പം. അപ്പൊ ഇതാണ് പുറത്തേക്കുള്ള വ്യൂ എന്ന് പറയുന്നത്. നൈറ്റിലെ വ്യൂ എന്ന് പറയുന്നത് വളരെ സൂപ്പർ വ്യൂ ആണ്. പുറത്തേക്കുള്ള വാഹനങ്ങളൊക്കെ പോകുന്ന കാണാൻ, ലൈറ്റ്, നല്ല ആകാശം, നക്ഷത്രങ്ങളൊന്നുമില്ല. കാരണം ഒരു ചെറിയൊരു മഴയുടെ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. രാവിലെ ചെറുതായിട്ടൊന്ന് തൂളിയില്ല. പക്ഷെ ഇപ്പം നല്ല തെളിവാണ്. അതായതൊന്നുമില്ല. എല്ലാവരും വീട്ടിൽ കഴിഞ്ഞ് പോകുന്നവരും വാഹനങ്ങളും ബസ്സുകളും അങ്ങനെയൊക്കെ തിരക്ക് പിടിച്ച റോഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിന്ന് വീട്ടിൽ വെച്ചപ്പം ഞങ്ങള് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം പോയൊരു ട്രിപ്പ്, അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ അതെനിക്കിപ്പം പെട്ടെന്ന് ഓർമ്മ വന്നു. അതായത് കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് ഒരു ട്രിപ്പ്. അതൊരു നല്ലൊരു ട്രിപ്പാണ് കേട്ടോ. ബോട്ടിന് ഒരു 33 രൂപയോ മറ്റോ ഉള്ള ഒരാൾക്ക്. നല്ല ഓപ്പൺ ബോട്ടാണ്. അതിൽ നമ്മള് കേരള ട്രാൻസ്പോർട്ടിന്റെ ബോട്ടാണ്. അതിൽ നമുക്ക് കോട്ടയത്ത് നിന്ന് കയറി കഴിഞ്ഞാൽ ആലപ്പുഴ അവർ കൊണ്ടുപോയി ബോട്ടിയേറ്റി കൊണ്ടുപോയി ഇറക്കും. ഒരു 2.5 hours ജേർണിയാണ്. നല്ലൊരു ട്രിപ്പാണ്. നിങ്ങൾ ആരെങ്കിലും അത് യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ഞങ്ങൾ പോയത് സന്ധ്യാസമയത്ത് 5:30, 6 o'clock ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കോട്ടയത്ത് നിന്ന്. പിന്നെ എല്ലാം നൈറ്റ് വ്യൂ ആണ്. സൂപ്പർ വ്യൂ ആണ്. അമേസിംഗ് ആണ്. നല്ല രസമുള്ള ഒരു കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പൊ ആ ഒരു ട്രിപ്പിന്റെ കാര്യം ഇപ്പോൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഇന്ന് പ്രത്യേകമായിട്ട് ഷെയർ ചെയ്യാനായിട്ടൊന്നും മെസ്സേജ് ആയിട്ടൊന്നും ഇല്ല. എല്ലാവരും ധൈര്യമായിരിക്കുക, സന്തോഷമായിരിക്കുക, എല്ലാവരുമായിട്ടും നല്ലപോലെ ഇടപെടുക, ഒന്ന് ചിരിക്കുക. നമ്മുടെ മുഖത്ത് പിന്നെ പിണക്കമൊന്നും ആരോടും വെക്കണ്ട. എല്ലാവരോടും നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക. അപ്പം ജീവിതത്തിലേക്ക് കൂടുതൽ സന്തോഷങ്ങൾ കടന്നു വരും. ആ ഒരു മെസ്സേജ് മാത്രം പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്, ആൻഡ് ഷോസ്. താങ്ക് യു.